നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ചൈന ഇന്ത്യയെ ഭയക്കാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ ഇന്ത്യ ശരിക്കും ചൈനയെ മറികടക്കുമോ? ലോകത്തിലെ ഏറ്റവും വലിയ മത്സരം അമേരിക്കയും ചൈനയും തമ്മിലാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ മറ്റൊരു നിശബ്ദ മത്സരം കൂടി നടക്കുകയാണ്. അത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഒരു രാജ്യമാകട്ടെ ലോകത്തിൻ്റെ ഫാക്ടറി, മറ്റൊരു രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഒരു രാജ്യം 40 വർഷം മുന്നിലാണ്, മറ്റൊന്ന് വേഗത്തിൽ മുന്നേറുകയാണ്. അപ്പോൾ ചോദ്യം, ഇന്ത്യക്ക് ഒരിക്കൽ ചൈനയെ മറികടക്കാൻ കഴിയുമോ? ഇവിടെ നമുക്ക് വേണ്ടത് വികാരമല്ല, വസ്തുതകൾ മാത്രമാണ്. ചൈന എങ്ങനെ ഇത്ര വലിയ ശക്തിയായി എന്ന് നോക്കാം. 1980കളിൽ ചൈന വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. വിദേശ കമ്പനികളെ ക്ഷണിച്ചു. കുറഞ്ഞ തൊഴിൽ ചെലവ്, വലിയ തുറമുഖങ്ങൾ, വേഗത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ഇതെല്ലാം ചേർന്നപ്പോൾ ലോകത്തെ മുഴുവൻ ഉൽപ്പാദനവും ചൈനയിലേക്ക് മാറി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ മുതൽ കളിപ്പാട്ടം വരെ പലതിലും മെയ്ഡ് ഇൻ ചൈന എന്ന് കാണപ്പെടുന്നത്. ഇന്ത്യ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. പുതിയ ഹൈവേകൾ, പുതിയ വിമാനത്താവളങ്ങൾ, ഡിജിറ്റൽ പേയ്മെൻറ്റിൽ ലോക നേതൃത്വം, നമ്മുടെ UPA തന്നെ, പിന്നെ സ്റ്റാർട്ടപ്പുകൾ, സെമി കണ്ടക്ടർ നിക്ഷേപങ്ങൾ, മൊബൈൽ നിർമ്മാണം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, ഇതെല്ലാം ഇന്ത്യയെ ഒരു നിർമ്മാണ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളാണ്. ലോകം എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പകരം ഇന്ത്യയെ നോക്കുന്നത്? കോവിഡ് മഹാമാരിക്ക് ശേഷം ഒരു വലിയ പാഠം ലോകം പഠിച്ചു. എല്ലാ നിർമ്മാണവും ഒരു രാജ്യത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് അപകടമാണ്. അതുകൊണ്ടാണ് China +1 എന്ന പോളിസി വന്നത്. അതായത് ചൈനയിൽ ഫാക്ടറി ഉണ്ടാകട്ടെ, പക്ഷേ മറ്റൊരു രാജ്യത്ത് കൂടി ഫാക്ടറി വേണം. ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇനി ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനസംഖ്യയാണ്. രണ്ടാമത് വലിയ ആഭ്യന്തര വിപണി നമുക്കുണ്ട്. മൂന്നാമത്തത് IT മേഖലയിലെ മികവാണ്. നാലാമതാകട്ടെ ജനാധിപത്യ സംവിധാനവും. അഞ്ചാമത് ഇംഗ്ലീഷ് പരിജ്ഞാനം. ഇവയെല്ലാം ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. പക്ഷേ വെല്ലുവിളികളുമുണ്ട്. ഇന്ത്യ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നു. നിർമ്മാണ ചെലവ്, ലോജിസ്റ്റിക്സ്, വിദ്യാഭ്യാസ നിലവാരം, നൈപുണ്യ വികസനം, ഭരണ നടപടികളുടെ വേഗം, വൈദ്യുതി ലഭ്യത, ഭൂമി ഏറ്റെടുക്കൽ, ഇവയിൽ പുരോഗതി ഉണ്ടെങ്കിലും ചൈനയെ മറികടക്കാൻ ഇതിലും കൂടുതൽ വേഗത ആവശ്യമാണ്. ഇനി ചൈനയെ ഇന്ത്യ ഭയക്കുന്നുണ്ടോ? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യം. ചൈന ഔദ്യോഗികമായി ഇന്ത്യയെ ഭയക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്ത്യയുടെ വളർച്ചയെ ചൈന ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇന്ത്യ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ആഗോള കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. ഇത് ചൈനയ്ക്ക് മത്സരം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇന്ന് പോലും നിർമ്മാണത്തിലും കയറ്റുമതിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ചൈനയ്ക്ക് വലിയ മുൻതൂക്കമുണ്ട്. ഇന്ത്യക്ക് ചൈനയെ മറികടക്കാൻ സാധിക്കുമോ? ഉത്തരം കഴിയുമെന്ന് തന്നെയാണ്. പക്ഷേ അത് നാളെയല്ല, അടുത്ത 5 വർഷത്തിലാണെന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതൊരു ദീർഘകാല യാത്രയാണ്. ഇന്ത്യ തുടർച്ചയായി വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, നിർമ്മാണം, ഗവേഷണം, സാങ്കേതികവിദ്യ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചാൽ അടുത്ത പതിറ്റാണ്ടുകളിൽ ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായി കൂടുതൽ ഉയരാൻ സാധിക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം ഒരു ക്രിക്കറ്റ് മത്സരമല്ല, ഒരു മാരത്തോണാണ്. ചൈന ഇതിൽ ഇന്ന് മുന്നിലാണ്, പക്ഷേ ഇന്ത്യയുടെ വേഗത ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ചോദ്യം നിങ്ങളുടേതാണ്. 2040-ൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.